തൃശൂർ കോർപ്പറേഷനിലെ നികുതി പിരിവ് ജനങ്ങളെ നട്ടം തിരിക്കുന്നു. സാങ്കേതിക പിഴവ് മൂലം മുടങ്ങിയ നികുതി അടവിന് 10 മടങ്ങ് പിഴത്തുക ഈടാക്കി ജനത്തെ പിഴിഞ്ഞ കോർപ്പറേഷൻ. പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്ത്. ഇടക്കാലത്ത് നിർത്തിവെച്ച് പിന്നീട് പുനരാരംഭിച്ച തൃശൂർ കോർപ്പറേഷന്റെ കെട്ടിടം നികുതി പിരിവാണ് പൊതുജനത്തിന് ഇരുട്ടടിയാകുന്നത്. മുടങ്ങിയ കാലത്തെ അടക്കം നികുതി, സെസ് ഉൾപ്പെടെ ഒറ്റയടിക്ക് പിരിക്കുന്ന പകൽക്കൊള്ളയെ സംബന്ധിച്ച് നേരത്തെ TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. നിശ്ചിത സമയത്ത് തന്നെ നികുതി അടയ്ക്കാൻ പൊതുജനം തയ്യാറാണ്. എന്നാൽ നിലവിലതിന് കഴിയുന്നില്ല. ഇതിന് കാരണം കോർപ്പറേഷന്റെ സോഫ്റ്റ്വെയർ, ഡേറ്റ എൻട്രി സാങ്കേതിക പിഴവുകളാണ്. പക്ഷേ ഈ പിഴവിന് പിഴയടക്കേണ്ടി വരുന്നതാകട്ടെ പൊതുജനവും. 1200, 2400 അടയ്ക്കേണ്ട എമൗണ്ട് ഇപ്പോൾ ലാസ്റ്റ് വരെ അടച്ചിട്ടുണ്ട്. അത് എമൗണ്ടാണ് 47,721 രൂപ അടയ്ക്കാൻ പറയുന്നത്. അതിപ്പോൾ നമ്മൾ നടന്നിട്ടും ഓരോ ഇവിടുത്തെ പ്രശ്നങ്ങളായിട്ടും ഇവിടെ നെറ്റ് സ്ലോ ആയിട്ടാണ് ദിവസങ്ങൾ നടന്നിട്ട് ശരിയായില്ല. മാർച്ച് ഏപ്രിലൊന്നും വന്നിട്ട് നടന്നില്ല. അപ്പോൾ ഞങ്ങൾ അടയ്ക്കാൻ തയ്യാറാണ്. നമുക്ക് അടയ്ക്കാനും പറ്റില്ല. കൂട്ടിയ എമൗണ്ട് അടയ്ക്കാം. പക്ഷേ ഈ 4000 ഉള്ള 47,000 അടയ്ക്കാൻ സാധിക്കില്ല. ഒപ്പം നികുതി അടച്ചു കിട്ടാതെ കെട്ടിട ലൈസൻസ് പുതുക്കാനും കഴിയാത്ത അവസ്ഥ. നമുക്ക് ആ ബിൽഡിംഗ് ടാക്സ് എത്രയെന്നുള്ള എഴുതി കിട്ടിയിട്ടോ ഒന്നുമില്ല. അത് കിട്ടിയിട്ടില്ലേ നമുക്ക് അടയ്ക്കാൻ പറ്റും. എന്നാലേ ലൈസൻസ് പുതുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രയാസം. ജൂൺ 30 വരെയുള്ള ഇതിൻ്റെ കാലാവധി. ലൈസൻസ് പുതുക്കാൻ പറ്റാത്തതാണ് ഇതിലെ മെയിൻ പ്രശ്നം വരുന്നത്. നമ്മളെന്ത് കഴിച്ചു ഇതിനൊക്കെ. നികുതി അടയ്ക്കാൻ റവന്യൂ വിഭാഗത്തിന് മുന്നിൽ ദിവസവും നിരവധി പേർ എത്തുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം പേരും അടയ്ക്കാനാകാതെ മടങ്ങിപ്പോവുകയാണ്. രാവിലെ ടോക്കൺ 50 പേർക്ക് ടോക്കൺ കൊടുക്കുന്നത്. അതിന് 10 മണിക്ക് ടോക്കൺ കൊടുക്കുന്നതിന് 6 മണി തൊട്ട് ഇവിടെ ആൾക്കാരുണ്ടാവും. അപ്പോൾ ആദ്യത്തെ ഒരു 50 പേർക്ക് ടോക്കൺ കിട്ടും. ടോക്കൺ കിട്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക. രാവിലെ വന്നിട്ട് വൈകിട്ട് 5 മണിയായാലും ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം വരാൻ പറയും. ജനങ്ങളുടെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് പ്രതിപക്ഷം രംഗത്തെത്തി. കെടുകാര്യസ്ഥതയും നികുതിക്കൊള്ളയുമാണ് നടക്കുന്നതെന്നും നികുതി പിരിവ് യഥാവിധി നടത്താൻ കഴിയാതെ വന്നുണ്ടായ നഷ്ടം കുറ്റക്കാരായവരിൽ നിന്ന് ഈടാക്കി ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. മാർച്ച് 31 നികുതി അടച്ചിരുന്നുവെങ്കിൽ 24% പലിശ ഒഴിവാക്കി കിട്ടുമായിരുന്നു. മാർച്ച് 31 50% പേർക്ക് മാത്രമേ തൃശ്ശൂർ കോർപ്പറേഷനിലെ ഗാർഹിക വാണിജ്യ കെട്ടിടോടമകൾക്ക് നികുതി അടയ്ക്കാൻ സാധിച്ചിട്ടുള്ളൂ. സാധിക്കാതിരുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭരണ നേതൃത്വത്തിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും വീഴ്ചയാണ്. സഞ്ജയ് സോഫ്റ്റ്വെയറിൽ കയറ്റിയിട്ടുള്ള ഡാറ്റ എൻട്രികൾ മുഴുവൻ തെറ്റാണ്. റാൻഡം ചെക്കിംഗ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉന്നത ഉദ്യോഗസ്ഥന്മാർ ചെയ്തില്ല. അത് ചെയ്യാത്തത് കൊണ്ട് സ്മാർട്ട് വന്നപ്പോൾ സഞ്ജയ് സോഫ്റ്റ്വെയറുമായി ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഈ നിൽക്കുന്നവരൊക്കെ പലിശയും പിഴപ്പലിശ അടച്ചിട്ടാണ് നിൽക്കുന്നത്. 10% സേവന നികുതി, ലൈബ്രറി സെസ് വേറെ. എന്തുകൊണ്ട് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെയും ഭരണ നേതൃത്വത്തിൻ്റെയും തെറ്റായ കാര്യങ്ങളെ കൊണ്ടാണ് ഇവർ ഈ പലിശയും പിഴപ്പലിശ അടയ്ക്കുന്നത്, അല്ലാതെ ഇവർ തെറ്റുകൊണ്ടല്ല. നികുതിദായകർക്ക് പലിശ ഒഴിവാക്കി കൊടുക്കണം. വ്യാപാരികൾക്ക് ലൈസൻസ് കിട്ടാനായിട്ട് ഈ മാസം 30 വരെയാണ് സമയം നൽകിയിട്ടുള്ളത് സംസ്ഥാന ഗവൺമെന്റ്, കേരളം മുഴുവൻ. അത് നീട്ടിക്കൊടുക്കണം. പലിശയും പിഴപ്പലിശ ഒഴിവാക്കണം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വേണ്ടി നടപടിയെടുക്കണം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ കാശ് കിട്ടണം. വിഷയത്തിൽ പരിഹാരം കാണാത്ത മേയറും സംഘവും റഷ്യൻ യാത്ര നടത്തുന്നതിനെതിരെ കോൺഗ്രസ് കൗൺസിലർമാർ റവന്യൂ വിഭാഗം കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ ഉപനേതാവ് സുനിൽ രാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശ്യാമള മുരളീധരൻ, മുകേഷ് കൂളപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ.